നമസ്കാരം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഡോക്ടർ ടി വി ദേവരാജ്, റോബോട്ടിക് സർജൻ, അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമുക്ക് സർജറിയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഈ സർജറി എന്താണ്? നമ്മുടെ ഈ സർജറി ആരംഭിച്ചത് എപ്പോഴാണ് ശരിക്കും ലോകത്ത്? മനുഷ്യനുണ്ടായ കാലഘട്ടം മുതലേ ഉം. ശരിക്കും പറഞ്ഞാൽ സർജറി ഉണ്ട്. ആ. ഇപ്പം എല്ല് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യോജിപ്പിക്കേണ്ട അവസ്ഥ, ചിലപ്പോൾ ചില ഭാഗങ്ങൾ മോശമായി കഴിഞ്ഞാൽ കറുത്തു നമ്മൾ പറയില്ല, നിർജീവമായി കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യുന്ന അവസ്ഥ, ഇതൊക്കെ പണ്ട് കാലത്തെ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നമ്മളെ സുശ്രുത സംഹിത, സുശ്രുതനാണ് നമ്മുടെ സർജറിയുടെ പിതാവ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ പറയാറ്. അതെ. മുമ്പരുടെ സുശ്രുത സംഹിതയുണ്ട്. അതെ. അപ്പോൾ അതിൽ ഈ മൂക്കിൽ റൈനോപ്ലാസ്റ്റി, മൂക്കിൻ്റെ ഷേപ്പ് മാറ്റി വെച്ചതും, ഈ സിഫിലിസ് എന്ന് പറയുന്ന ഇതെല്ലാം വന്നിട്ട് മൂക്കിന് അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് അങ്ങനെ അതൊക്കെ അത്ഭുതമാണല്ലേ? അതെ അതെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജി വികസിക്കാത്ത ഒരു അതെ കാലത്ത്. അതെ അത് ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ സ്റ്റിച്ചിന് പകരം ഉറുമ്പിനെ കൊണ്ട് ഘടിപ്പിച്ചിട്ടാണ് ഇത് പിന്നെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. അതൊക്കെ അന്നേ സർജറികളൊക്കെ അന്നേരം ഉണ്ട്. പക്ഷേ അത് അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഇതൊക്കെ അന്നേരം പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാം ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാലഘട്ടത്തിന് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് സർജറി. ഓ, ശരിയാണ്. ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു രോഗിക്ക് എപ്പോഴാണ് സർജറി ആവശ്യമായി വരുന്നത്? സർജറി ആവശ്യമായി വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗങ്ങളാണ് നമ്മൾ സർജറിയിലൂടെ ഭേദമാക്കാൻ ശ്രമിക്കുക. ഇപ്പം ഒരു എക്സാമ്പിൾ, നമ്മളെ ഇവിടെ ഒരു മുഴയുണ്ട്. ഈ മുഴയുടെ കാരണം നമ്മൾ കണ്ടുപിടിച്ചു, പക്ഷേ അത് നീക്കം ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സർജറി ചെയ്ത് എടുത്തു കളയേണ്ടി വരും. ക്യാൻസർ, എല്ലാ ക്യാൻസറും അല്ല, ബ്ലഡ് ക്യാൻസറിന് നമുക്ക് സർജറി ഇല്ല. പക്ഷേ വേറെ എവിടെയെങ്കിലും ഇപ്പം തൈറോയ്ഡ് ഗ്രന്ഥിനെ ബാധിച്ചിട്ടുള്ള ക്യാൻസറുകൾ, ആമാശയത്തിനെ ബാധിച്ച ക്യാൻസറുകൾ, ഇങ്ങനെയുള്ള ക്യാൻസറുകളെ നമ്മൾ അപ്പോൾ തന്നെ നീക്കം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പറേഷൻ വേണ്ടി വരും. ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില വീക്കായിട്ടുള്ള ഭാഗത്തോടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥക്കാണ് നമ്മൾ ഹെർണിയ. സർവ്വസാധാരണമാണ്. അതെ അതെ. അതൊരു നമ്മൾ സാധാരണ ഒരു ഓട്ടയാണ്, ഒരു ദ്വാരമാണ്, അല്ലെങ്കിൽ വീക്ക്നെസ് ആണ്. ഇതിനെ നമ്മൾ മരുന്ന് വെച്ചിട്ട് അടച്ചു കളയാൻ പറ്റില്ല. അപ്പോൾ അതിനെ നമ്മൾ സർജറി ചെയ്ത് തുന്നി അടുപ്പിച്ച ശേഷം നമ്മൾ മെഷ് വെച്ചിട്ട്, പണ്ട് മെഷില്ല, അടുപ്പിച്ച് വെക്കൽ മാത്രമേ ഉണ്ടായിരുന്നു, ഇപ്പോൾ മെഷും കൂടി വെച്ചിട്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ ഹെർണിയൊക്കെ നമ്മൾ സർജറി വേണ്ടി വരും. പിന്നെ ഒരു എമർജൻസി ആയിട്ട് ഇപ്പം ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഒരാൾ വന്നു, ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, രക്തം ഉള്ളിൽ ഇങ്ങനെ വാർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അവരുടെ BP അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ ആ രക്തക്കുഴലിൽ നമ്മൾ ചിലപ്പോൾ കെട്ടി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ കാലിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് ബ്ലീഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അത് നിർജ്ജീവമായിട്ടുള്ള ഭാഗം നമ്മൾ നീക്കം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ചില ആളുടെ വിരൽ പഴുത്ത്, നമ്മൾ ഗാംഗ്രീൻ എന്നൊക്കെ പറയും, ഡയബറ്റിക് പ്രമേഹമുള്ള ആൾക്കാരുടെ, ഇത് ആ നിർജ്ജീവമായിട്ടുള്ള വിരൽ അയാളുടെ ശരീരത്തിന് തന്നെ അല്ലെങ്കിൽ അയാളുടെ കാലിന് ഭീഷണിയാകുമ്പോൾ നമ്മൾ ആ വിരലാടെ വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ നീക്കം ചെയ്യേണ്ടി വരും. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഇപ്പം ഒരു രക്തക്കുഴൽ മാത്രം ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട്, അതും ഒരു സർജറി തന്നെയാണ്, ഒരു പ്രൊസീജിയറാണ്. അതിലും പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ബ്ലോക്കൊക്കെ ആണെങ്കിൽ മരുന്നിൽ നമ്മൾ പിന്നെ ബ്ലഡ് തിന്നേഴ്സ് എല്ലാം കൊടുത്തിട്ട് ക്ലിയർ ആക്കും. പക്ഷേ ഒന്നിലധികം 2, 3 വെസലൊക്കെ, 3 രക്തക്കുഴലൊക്കെ ബ്ലോക്ക് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബൈപ്പാസ് ചെയ്യേണ്ടി വരും. ശ്വാസകോശത്തിൽ അങ്ങനെ ട്യൂമർ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ന്യൂമോണിയ ബാധിച്ചിട്ട് ഈ ശ്വാസകോശത്തിൻ്റെ മുകളിൽ ഒരു ആവരണം വരും, അത് ശ്വാസകോശത്തിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. നമുക്ക് മരുന്നുകൊണ്ട് അതിൽ അലിയിച്ച് കളയാൻ പറ്റില്ല. അതിന് നമ്മൾ സർജറി ചെയ്തിട്ട് ഡീകോർട്ടിക്കേഷൻ എന്ന് പറയും, ആ കട്ടിയുള്ള ആവരണം നമ്മൾ നീക്കം ചെയ്യും. അപ്പോൾ ശ്വാസകോശം വീണ്ടും എക്സ്പാൻഡ് ചെയ്യും. ഇങ്ങനെ എവിടെയായി കഴിഞ്ഞാൽ എല്ലുകൾ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പ്ലാസ്റ്റർ മാത്രം ഇട്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ കൂടും, പക്ഷേ ചിലപ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റിൽ കൂടുന്നില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർജറി ചെയ്യേണ്ടി വരും. സിസേറിയൻ സെക്ഷൻ, അതൊരു സർജറിയാണ്. അതായത് കുട്ടി ഉള്ളിൽ പിന്നെ പൂർണ്ണ വളർച്ചയെത്തി നിൽക്കുന്നു, പക്ഷേ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അമ്മയുടെ പെൽവിസ് ഭയങ്കര ചെറുതായതുകൊണ്ടായിരിക്കും, ചെറുതായപ്പോൾ കുട്ടിക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളിൽ ആന്തര ബ്ലീഡിങ് ഉണ്ടായിട്ട് കുട്ടിയുടെ ജീവൻ ഭീഷണിയാകുന്നു. അപ്പോൾ നമ്മൾ വയറ് തുറന്നിട്ട് തന്നെ കുട്ടീനെ എടുക്കേണ്ടി വരും, സിസേറിയൻ സെക്ഷൻ. ഇങ്ങനെ ഒരുപാട് സർജറി എന്ന് പറയുന്നത് എപ്പോഴും ഒരു മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റാത്ത രോഗങ്ങൾക്കും
എമർജൻസി ആയിട്ട് രോഗാവസ്ഥ പിന്നെ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില എമർജൻസി ആയിട്ട് നമ്മൾ സർജറി ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് മെത്തേഡ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒബിസിറ്റി എന്നുള്ളൊരു മെറ്റബോളിക് സർജറിയാണ്. അതെ. പക്ഷേ നമ്മൾ എന്ത് മരുന്ന് കഴിച്ചിട്ടും ഒരുപാട് മരുന്നുകൾ ഇപ്പം വന്നിട്ടുണ്ട് ഒബിസിറ്റി തടി കുറക്കാൻ വേണ്ടിയിട്ടുള്ള. പക്ഷേ ഒരു 30% ആൾക്കാർക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആഹാരക്രമത്തിലൂടെയോ വ്യായാമം ചെയ്ത് കഴിഞ്ഞാലും മരുന്നുകൾ ഒന്നും ഫലിക്കാത്ത അവസ്ഥ വരും. അവരെ നമ്മൾ സർജറി ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഈ കൊഴുപ്പ് നീക്കം ചെയ്യലാണോ? അല്ല. കൊഴുപ്പ് നീക്കം ചെയ്യുന്നത് നമ്മൾ പുറമേയുള്ള കൊഴുപ്പ് നീക്കം ചെയ്തിട്ട് ഒരു കോസ്മെറ്റിക് സർജറിയാണ്. മെറ്റബോളിക് സർജറി എന്ന് പറയുന്നത് കോസ്മെറ്റിക് സർജറി അല്ല, സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ളതല്ല. പകരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കുകയും കഴിച്ച ഭക്ഷണം നമ്മുടെ ബോഡിയിലേക്ക് എടുക്കുന്ന അതും കുറക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള പിന്നെ ഈ ഫാറ്റും ഗ്ലൂക്കോസും ഗ്ലൈക്കോജൻ എന്നൊക്കെ രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. കൊഴുപ്പും നമ്മുടെ ശരീരം ഉപയോഗപ്പെടുത്തും. അങ്ങനെയാണ് തടി കുറയുന്നത്. അല്ലാണ്ട് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടല്ല. മറ്റേത് നമ്മൾ ഈ കൊഴുപ്പ് എടുത്ത് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാക്കറ്റിൽ നമ്മൾ കുറച്ച് വെള്ളം നിറച്ച് അല്ല ആ വെള്ളം മുഴുവൻ നമ്മൾ പുറത്തേക്ക് കളഞ്ഞു. അപ്പോൾ പാക്കറ്റ് പിന്നെ ചെറുതായി. പക്ഷേ ഈ അതിന് വീണ്ടും വെള്ളം നിറച്ച് കഴിഞ്ഞാൽ വീണ്ടും വലുതാവും. അത് കോസ്മെറ്റിക് മാത്രമാണ്. ഈ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ ഭയമാണ്. ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന ഒരു രോഗി എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന രോഗീൻ്റെ ഏറ്റവും വലിയ മുൻകരുതൽ എന്ന് വെച്ചാൽ ആൾ മാനസികമായിട്ട് പ്രിപ്പയർഡാണ്. അതൊരു വലിയ കാര്യമാണ്. എമർജൻസി ആയി ചെയ്യുന്ന പേഷ്യൻസിന് രോഗികൾ മാത്രമേ നമ്മൾ ആ രീതിയിൽ കൗൺസിൽ ചെയ്യാതിരിക്കുള്ളൂ. ഇപ്പോൾ എമർജൻസി ഇപ്പം ഒരു അപകടം വന്നു, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ആയിട്ട് വന്നു, വയറിനുള്ളിൽ അതിഭീകരമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട്, അവരെ നമ്മൾ രോഗിയോട് നിങ്ങളെ ഉള്ളിനുള്ളിൽ രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുന്നു അത് കേൾക്കാനുള്ളൊരു ബോധം പോലും ആ രോഗിക്ക് ഉണ്ടാവില്ല. അവരെ നമ്മൾ ആ നിമിഷം തന്നെ ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഇലക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസിനെയും രോഗീനെ മാനസികമായി തയ്യാറെടുക്കണം. പിന്നെ ഓരോ സർജറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഏത് സർജറിക്കാണോ നമ്മൾ ആ രോഗീനെ കൊണ്ടുപോകുന്നത് അതനുസരിച്ചിട്ട് ഇപ്പം തൈറോയിഡിൻ്റെ സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന സർജറി പറ്റി പറയുകയാണെങ്കിൽ തൈറോയ്ഡ് സർജറി ഇപ്പം തൈറോയ്ഡ് ഹോർമോൺസ് വളരെ കുറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. അപ്പോൾ ആ രോഗീനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള രോഗീനെ പോയിട്ട് തൈറോയിഡിന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. തൈറോയ്ഡ് ഹോർമോൺസ് നോർമലാക്കിയിട്ട് മരുന്ന് കഴിച്ച് നോർമലാക്കിയിട്ട് മാത്രമേ നമുക്ക് ആ രോഗീനെ ഓപ്പറേഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രമേഹമുള്ള രോഗീനെ നമ്മൾ അതിൻ്റെ രോഗാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് ബ്ലഡിലുള്ള ഷുഗറിൻ്റെ അളവ് ഭയങ്കര കൂടുതലുള്ള സമയത്ത് നമ്മൾ ഓപ്പറേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മുറിവ് ഉണങ്ങാൻ പറ്റാത്തയോ മുറിവിൽ ഇൻഫെക്ഷനോ പിന്നെ അതൊക്കെ ഉണ്ടാവാം. ബ്ലീഡിങ് താങ്കൾ പറഞ്ഞത് ഇപ്പം ഒരു രോഗി രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു മരുന്ന് കഴിക്കുന്ന ഒരു രോഗിയാണെന്ന് വിചാരിക്കുക. ഇപ്പം വാർഫാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാർഡിയാക് എക്കോസ്പെരിൻ, ക്ലോപ്പിഡോഗ്രൽ, പിന്നെ പുതിയ കുറേ ന്യൂവർ ഡ്രഗ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ ഡ്രഗെല്ലാം കഴിക്കുമ്പം രക്തം കട്ട പിടിക്കില്ല. അപ്പോൾ നമ്മൾ മുറിവ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും രക്തം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന രോഗികളെ നമ്മൾ അതിൻ്റെ മരുന്നിനെ അനുസരിച്ചിട്ട് ചിലപ്പോൾ 2 ദിവസമോ അല്ലെങ്കിൽ ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ കഴിഞ്ഞിട്ട് മാത്രമേ മരുന്ന് നിർത്തിയിട്ട് മാത്രമേ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ രോഗീനെയും അവരുടെ ഏതാണോ ഇപ്പം വയറിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യുന്ന രോഗികളെ നമ്മളിപ്പോൾ വയറ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. വയറൊക്കെ ഇളക്കി വൃത്തിയാക്കിയിട്ട് കുടൽമാലയൊക്കെ ക്ലീൻ ആക്കിയ ശേഷം മാത്രമേ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ഓരോ ആളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻ. പക്ഷേ എല്ലാ രോഗികൾക്കും വേണ്ട ഒരു പ്രിപ്പറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് തയ്യാറെടുക്കൽ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്നാലും മാത്രമേ അവരെ നല്ല രീതിയിൽ നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രോഗിയുടെ ഒരു മാനസികാവസ്ഥയും വലിയൊരു ഘടകമാണ്. ഉറപ്പായിട്ടും സന്തോഷത്തോടെ ഒരു ഓപ്പറേഷൻ വരുന്ന രോഗിയായിരിക്കും ഏറ്റവും സന്തോഷത്തോടെ വീട്ടിൽ പോവാം, ആരോഗ്യവാനായി തിരിച്ചു പോവാം. അത് ഉറപ്പാണ്.